ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫായിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ എക്സസൈസ് 1.3 എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് അറിയോ? 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറേഷണൽ നമ്പർ കാണാനാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറേഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഇറേഷണൽ നമ്പർ കാണാൻ പറയുന്നു. ഏതിനിടയിൽ 5/5 അല്ലല്ലോ അല്ലേ? 5 എന്താണ് അവിടെ വരുന്നത്? 5/7 അല്ലേ? 7 5/7 5/7 ആൻഡ് 9/11. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 കാണാം അല്ലേ? സിമ്പിളായിട്ട് കാണാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 5/7 ഈസ് ഈക്വൽ ടു എത്രയാ അറിയില്ല നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത 9/11 ഈസ് ഈക്വൽ ടു അറിയില്ല, കണ്ടുപിടിക്കുക അല്ലേ? ആദ്യം നമുക്ക് ഏതാ കണ്ടുപിടിക്കുക? 5/7 കണ്ടുപിടിക്കുക അല്ലേ? 5 ഏത് നമ്പർ ഉള്ളിൽ വരിക? മുകളിലത്തെ നമ്പറാണേ. 5/7. 5-ൽ 7 പോവില്ല അല്ലേ? അപ്പോൾ ഒരു 0 പോയിൻ്റ് ഇവിടെ ഒരു 0 ഇടും. 50-ൽ 7 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം. 7 49, 1 ബാക്കി 10. 10-ൽ 7 ഒരു പ്രാവശ്യം പോവും അല്ലേ? ഒരു 7 3. 3-ൽ 7 പോവും. അപ്പോൾ 30-ൽ 7 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം. 4 7 28, 2 ബാക്കി. 20-ൽ 7 എത്ര പ്രാവശ്യം പോവും? 20-ൽ 7 2 പ്രാവശ്യം. 2 7 14, 6 ബാക്കി. 60-ൽ 7 എത്ര പ്രാവശ്യം പോവും? 7 49, 7 8 56, 56. ഓക്കെ, 4 ബാക്കി. 40-ൽ 7 എത്ര പ്രാവശ്യം പോവും? 40-ൽ 5 പ്രാവശ്യം അല്ലേ? 7 5 35, 35 40, 5 ബാക്കി. അപ്പോൾ നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 50 വന്ന് 50 വന്നാൽ 50-ൽ പിന്നെയും 7 വരുന്നു അല്ലേ? 7 വരുന്ന മീൻസ് അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തേതിൻ്റെ എക്സ്പാൻഷൻ കിട്ടി അല്ലേ? 0.7142 ബാർ. റിപ്പീറ്റ് ആകും, ബാർ ഇടാൻ മറന്നു വരുതേ, വളരെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനടുത്തത് 9/11. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ചെറുതാക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പം അയ്യോ പോയോ, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം എത്തില്ല. അതുകൊണ്ട് ഒന്ന് ചെറുതായി കൊടുക്കട്ടെ. ചിലപ്പോൾ വലുതാണെങ്കിലോ നമ്പറിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 9-ൽ പോകാത്തതുകൊണ്ട് നമുക്ക് എന്തിടാം? ഇവിടെ 0 ഇടാം. 0 പോയിൻ്റ് ഇവിടെ ഒരു 0 കൊടുക്കാം. 90-ൽ എത്ര 11 പോവും? 8 × 11 88 അല്ലേ? 88. 2 0 ഇടുക. 20-ൽ എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം അല്ലേ? ഒരു 11 11 9. ഓ, ഇത്രയേ ഉള്ളൂ. വീണ്ടും 90 തന്നെ വന്നില്ല എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ? റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ നിർത്താം. അപ്പോൾ നമുക്ക് കിട്ടി 0.81 ബാർ മറന്നു വരുത് കേട്ടോ. ഇനി നമുക്ക് സുഖമായിട്ട് ഇതിനിടയിൽ 3 ഇറേഷണൽ നമ്പർ കണ്ടുപിടിക്കാം. 3 irrational numbers are ഏതൊക്കെയാണ് 3 irrational numbers? ഇത് ഒന്നാമത്തത് 0.71 സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്പർ ഒന്നാമത്തെ 0.71 സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ 0.81 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനിടയിൽ ഏതെങ്കിലും 3 നമ്പർ കൺസിഡർ ചെയ്യാം. 0.71 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 72 എടുക്കുക. 72 722 7222 അങ്ങനെ റിപ്പീറ്റ് ആവും. അപ്പോൾ അതെന്താണ്? ഒരു ഇറേഷണൽ നമ്പറാണ്. ഒരു പാറ്റേണും ഇല്ല, എവിടെ എൻഡ് ആവുന്നില്ല. രണ്ടാമത്തത് നമുക്കൊരു 0.78 എടുക്കാം അല്ലേ? 788 എടുക്കാം. പിന്നെയും 7888 എടുക്കാം. 7888 എടുക്കാം. അങ്ങനെ പോകും അല്ലേ? ഒരു 8 കൂടി ഇടാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ പാറ്റേൺ അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കിട്ടി. മൂന്നാമത്തത് എന്തെടുക്കാം? 0.81 അല്ലേ? 80 എടുക്കുക. 80 800 8000 8000 അങ്ങനെ പോകും അല്ലേ?
അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് കിട്ടി 3 ഇറേഷണൽ നമ്പർ കിട്ടി. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കാണാം. അതിനിടയിൽ ഒരിക്കലും അവസാനിക്കാത്തതും ഒരിക്കലും ഒരു റിപ്പീറ്റഡ് ബ്ലോക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു 2-3 നമ്പേഴ്സ് എഴുതി കൊടുക്കുക.